Hi everyone, welcome to my channel Civil Tips and Tricks for Civil Engineers. എൻ്റെ വീഡിയോ കേരള വാട്ടർ അതോറിറ്റിയുടെ എക്സാംസിനും ലെക്ചറർ ഗ്രേഡ് 1 എക്സാംസിനും പിന്നെ കേരള PSCയുടെ എക്സാംസിനും നല്ല യൂസ്ഫുൾ ആയിരിക്കും. ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ബേസിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൻ്റെ കണ്ടിന്യൂഷൻ തന്നെയാണ്. അതിൽ വന്നിട്ട് സ്ക്രൂഡ് ഫാസ്റ്റ്നസ്. ഈ ഒരു ചാപ്റ്ററോടെ വന്നിട്ട് നമ്മുടെ ബേസിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിയുകയാണ്. ഓക്കെ, സ്ക്രൂഡ് ഫാസ്റ്റ്നസിൽ riveted joint, riveting, choking and fullering, materials used in rivet, types of riveted joints, boulder joints, പിന്നെ വന്നിട്ട് ഇമ്പോർട്ടൻറ്റ് ടേംസ് യൂസ്ഡ് ഇൻ റിവറ്റഡ് ജോയിൻറ്റ്സ്, വെൽഡഡ് ജോയിൻറ്റ്സ് ആൻഡ് സിമ്പിൾസ്. ഇതാണ് സ്ക്രൂഡ് ഫാസ്റ്റനേഴ്സിൽ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പക്ഷേ സ്ക്രൂഡ് ഫാസ്റ്റനേഴ്സിന് ഇത് മാത്രമല്ല, ഇതിലും കൂടുതൽ ടോപ്പിക് ഉണ്ട്. അപ്പോൾ ഇത് വന്ന് ചെറിയ കുറച്ച് ടോപ്പിക്സ് ഇന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, റിവറ്റഡ് ജോയിൻറ്റ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പെർമനൻ്റ് ആയിട്ടുള്ള ജോയിൻ്റ് ആണ് വന്നിട്ട് റിവറ്റഡ് ജോയിൻറ്റ്. റിവറ്റഡ് ജോയിൻറ്റ്സ് വന്നിട്ട് റിജിഡ് ആയിരിക്കും. ഓക്കെ, പിന്നെ റിവറ്റഡ് ജോയിൻറ്റ്സ് എവിടെയെല്ലാം യൂസ് ചെയ്യും? ബോയിലേഴ്സിലും സ്റ്റോറേജ് ടാങ്ക്സിലും പിന്നെ വന്നിട്ട് സ്റ്റീൽ ഷീറ്റ്സിലും വന്നിട്ട് റിവറ്റഡ് ജോയിൻറ്റ്സ് നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഇത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് സ്ട്രക്ചറൽ വർക്ക്സിലൊക്കെ ഏതൊക്കെയായിരിക്കും? ബ്രിഡ്ജസിൽ, റൂഫ് ട്രസ്സിലൊക്കെ വന്നിട്ട് റിവറ്റഡ് ജോയിൻറ്റ്സ് യൂസ് ചെയ്യും. റിവേർട്ട് എന്ന് പറഞ്ഞാൽ എന്താ? റിവേർട്ട് വന്നിട്ട് ഒരു റൗണ്ട് റോഡാണ്, സർക്കുലർ ക്രോസ് സെക്ഷൻ ആയിരിക്കും റിവേർട്ടിന്റെ ക്രോസ് സെക്ഷൻ. പക്ഷെ റിവേർട്ടിന്റെ ഹെഡ് വന്നിട്ട് ഒരു ഹെമിസ്ഫിയറിക്കൽ ഷേപ്പ് ആയിരിക്കും റിവേർട്ടിന്റെ ഹെഡ് ഇരിക്കുന്നത്. ഓക്കെ, പിന്നെ ഹെഡും ഷാങ്കും കാണും. റിവേർട്ടിന് 2 പാർട്സ്. ഓക്കെ, പിന്നെ റിവേർട്ട് എന്തെല്ലാം മെറ്റീരിയൽസിലായിരിക്കും? മൈൽഡ് സ്റ്റീല്, റോട്ട് അയൺ, കോപ്പർ, അലുമിനിയം അലോയ്സിലൊക്കെ വന്നിട്ട് റിവേർട്ട് മെറ്റീരിയൽ കാണും. ഓക്കെ, ഈ നമ്മൾ യൂസ് ചെയ്യുന്ന ഈ റിവേർട്ടിൻ്റെ മെറ്റീരിയൽ വന്നിട്ട് അതേ മെറ്റീരിയൽ തന്നെയായിരിക്കും റിവേർട്ടിന് വേണ്ടി യൂസ് ചെയ്യുന്ന മെറ്റീരിയലും. ഓക്കെ, റിവേർട്ടിൻ്റെ ഒരു പിക്ചറാണ് കാണിച്ചിരിക്കുന്നത്. റിവേർട്ടിങ് എങ്ങനെ ചെയ്യുന്നു എന്നുള്ള പിക്ചറാണ് കാണിച്ചിരിക്കുന്നത്. ഹെഡും ഷാങ്കും ടെയിലും കാണും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് 2 മെറ്റൽ പീസിന് തമ്മിൽ ജോയിൻ ചെയ്യാനായിട്ട് റിവെർട്ട് അതിൻ്റെ ഇടയിൽ വെക്കും. ഓക്കെ, ആ ഹോളിൻ്റെ ഇടയിൽ കൂടെ വെച്ചിട്ട് മേളിൽ കൂടെ ഹൈഡ്രോളിക് പ്രസ് വെച്ചിട്ട് പ്രസ് ചെയ്തിട്ട് അതേ സെമി സർക്കുലർ ഷേപ്പിൽ ഇത് ഫോം ആവും. ഓക്കെ, അതാണ് വന്ന് റിവേർട്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രോസസ്സിന് പറയുന്നതാണ് റിവേർട്ടിങ്. അതിൻ്റെ ഒരു ജിഫാണ് ഇപ്പോൾ കാണിച്ചിരിക്കുന്നത്. ഹോട്ട് റിവേർട്ട് എടുത്തിട്ട് 2 മെറ്റൽ പീസിൻ്റെ ഇടയിലുള്ള ഹോളിൽ വെച്ചിട്ട് എന്നിട്ട് മേളിൽ കൂടെ ഹൈഡ്രോളിക് പ്രസ് വെച്ച് പ്രസ് ചെയ്ത് കഴിയുമ്പോൾ അത് മറ്റേ പീസ് പോലെ റൗണ്ടഡ് ഷേപ്പ് ആവും. റിവേർട്ടിംഗ് പ്രോസസ് തന്നെയാണ് നമ്മൾ കഴിഞ്ഞ ജിഫിലും പിന്നെ പിക്ടോറിയൽ റെപ്രസെന്റേഷനിലും കണ്ടത്. ഓക്കെ, റിവേർട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകൂടെ നമുക്ക് പറയാം. ഓക്കെ, എങ്ങനെയാണെന്ന് വെച്ചാൽ റിവേർട്ട് ചെയ്യേണ്ട ജോയിന്റിൽ വന്നിട്ട് നമ്മൾ ഹോൾ ഡ്രിൽ ചെയ്യണം. ഓക്കെ, ഈ ഹോൾ ഡ്രിൽ ചെയ്ത് കഴിഞ്ഞിട്ട് ഈ റിവേർട്ടും ഷാങ്ക് വന്നിട്ട് ആ ഹോളിൻ്റെ അകത്തുകൂടെ കയറ്റണം. ഹെഡ് വരയ്ക്ക് കയറ്റി കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ഹെഡ് ക്രിയേറ്റ് ചെയ്യണമല്ലോ. അപ്പോൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ടാമത്തെ വെളിയിൽ വന്നിരിക്കുന്ന ഷാങ്ക് ഇല്ലേ, ആ സ്ഥലത്ത് വെച്ച് ടെയിലിൻ്റെ സ്ഥലത്ത് വെച്ചിട്ട് നമ്മൾ പ്രഷർ കൊടുക്കും. എങ്ങനെയൊക്കെ പ്രഷർ കൊടുക്കും? ഹാമർ വെച്ചിട്ടോ അല്ലെങ്കിൽ ഹൈഡ്രോളിക് പ്രഷർ വെച്ചിട്ടോ അല്ലെങ്കിൽ ന്യൂമാറ്റിക് മീൻസ് വെച്ചിട്ടോ ആ പ്രഷർ കൊടുക്കും. പ്രഷർ കൊടുത്തു കഴിയുമ്പോൾ ഈ ഷാങ്ക് വന്നിട്ട് നന്നായിട്ട് ബൾജ് ചെയ്യും, യൂണിഫോം ആയിട്ട് ബൾജ് ചെയ്യും. എന്നിട്ടായിരിക്കും റിവേർട്ടിൻ്റെ ഹെഡ് വന്നിട്ട് ഉണ്ടാകുന്നത്. പിന്നെ ഇതുകൊണ്ട് തന്നെ ഇത് കുറച്ച് എമൗണ്ട് ഓഫ് ക്ലിയറൻസ് കൊടുക്കും. ക്ലിയറൻസ് എന്ന് പറഞ്ഞാൽ ഹോൾ കുറച്ചുകൂടെ വലുതാകും. കാരണം നമ്മൾ ബോൾട്ടിലൊക്കെ നോക്കിയിട്ടുണ്ടല്ലോ, ബോൾട്ടിൽ വന്നിട്ട് D+2 അല്ലെങ്കിൽ D+5 എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കൂലേ, അതൊരു ക്ലിയറൻസ് ആണ് കൊടുക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഹോളിൻ്റെ അകത്ത് കയറിയില്ലെങ്കിൽ ഈ ഹോൾ കറക്റ്റായിട്ട് കയറാൻ വേണ്ടിയിട്ടാണ്, ഹോളിൻ്റെ അകത്തൂടെ ഷാങ്ക് കറക്റ്റായിട്ട് കയറാൻ വേണ്ടിയിട്ട് കുറച്ച് ക്ലിയറൻസ് കൊടുക്കും. ഓക്കെ, പിന്നെ വന്നിട്ട് ഹോട്ട് റിവേർട്ടാണ് കോൾഡ് റിവേർട്ടിങ്ങിനേക്കാളും നല്ലത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
കോൺട്രാക്ഷൻ കാരണം ഷാങ്ക് വന്നിട്ട് അകത്തോട്ട് വലിച്ചെടുക്കാൻ മീൻസ് പുൾ ചെയ്തെടുക്കാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നല്ല ടൈറ്റ് ജോയിന്റ് ആയിരിക്കും ഹോട്ട് റിവേർട്ടിങ്ങിൽ ഉണ്ടാകുന്നത്. ഓക്കെ, ചോക്കിംഗ് ആൻഡ് ഫുള്ളറിങ്. റിവേർട്ടഡ് ജോയിന്റ് എയർ ടൈറ്റ് ആകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചോക്കിംഗ് ഫുള്ളറിങ് ചെയ്യുന്നത്. അത് എവിടെയെല്ലാം യൂസ് ചെയ്യും? ബോയിലേഴ്സിലും പിന്നെ വേറെ എല്ലാം വെസൽസിലൊക്കെ യൂസ് ചെയ്യും. ചോക്കിംഗ് ഫുള്ളറിങ് വന്നിട്ട് നന്നായിട്ട് എങ്ങനെയാണ് ക്യാരി ചെയ്യുന്നതെന്ന് വെച്ചാൽ നന്നായിട്ട് രണ്ട് സൈഡിൽ നിന്നും ന്യൂമാറ്റിക് പ്രഷർ അപ്ലൈ ചെയ്യുമ്പോഴേ ചോക്കിംഗ് ഫുള്ളറിങ് നടക്കുള്ളൂ. ഓക്കെ, ഇങ്ങനെയാണ് ചോക്കിംഗ് ഫുള്ളറിങ് നടക്കുന്നത്. ചോക്കിംഗ് എന്ന് പറഞ്ഞാൽ കുറച്ച് ഭാഗത്ത് ന്യൂമാറ്റിക് പ്രഷർ അപ്ലൈ ചെയ്യുന്നതാണ് ചോക്കിംഗ്. ഫുള്ളറിങ് എന്ന് പറഞ്ഞാൽ ഫുള്ളായിട്ട് മീൻസ് ആ മെറ്റീരിയൽ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്യുന്നതിന് പറയുന്നതാണ് ഫുള്ളറിങ്. ചോക്കിംഗ് ബോയിലറുടെ ഔട്ടർ സൈഡിൽ വന്നിട്ട് പ്രഷർ കൊടുക്കൂലേ, അതിന് പറയുന്നതാണ് ചോക്കിംഗ്. ഓക്കെ, ചോക്കിംഗ് ഒന്ന് കുറച്ച് പ്രഷറെ കൊടുക്കത്തുള്ളൂ, കുറച്ച് സൈഡിൽ പ്രഷറെ കൊടുക്കത്തുള്ളൂ. പിന്നെ ചോക്കിംഗ് വന്നിട്ട് എയർ ടൈറ്റ് റിവേർട്ടഡ് ജോയിന്റ്സ് ഉണ്ടാക്കാനായിട്ട് ചോക്കിംഗ് യൂസ് ചെയ്യും. ഇതാണ് വന്നിട്ട് ചോക്കിംഗ് ചെയ്യുന്നത്. ഓക്കെ, ചോക്കിംഗ് എവിടെയെല്ലാം ചെയ്യും? ചോക്കിംഗ് വന്ന് കുറച്ച് ഭാഗത്ത് ബിബിളിന്റെ എഡ്ജസിൽ വന്നിട്ട് ചോക്കിംഗ് ചെയ്യും. പിന്നെ വന്നിട്ട് നമ്മുടെ റിവേർട്ട് ഹെഡിലും വന്നിട്ട് ചോക്കിംഗ് ചെയ്യും. ഫുള്ളറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ചോക്കിംഗ് ഒന്ന് കുറച്ച് ഭാഗത്തേ വന്നിട്ട് പ്രഷർ കൊടുക്കത്തുള്ളൂ. പക്ഷെ ഫുള്ളറിങ് എന്ന് വന്നിട്ട് നമ്മുടെ ബിബിളിന്റെ എഡ്ജ് മുഴുവനായിട്ട് വന്നിട്ട് പ്രഷർ കൊടുക്കും. അതിനാ പറയുന്നത് ഫുള്ളറിങ്. ഓക്കെ, ഇതിൽ ചോക്കിംഗ് പോലെ തന്നെയായിരിക്കും ടൂള്. പക്ഷെ ചോക്കിംഗ് ടൂളില് വന്നിട്ട് ചെറുതായിരിക്കും. പക്ഷെ ഫുള്ളറിങ്ങിൽ വന്നിട്ട് ബിബിൾ എഡ്ജസിന്റെ അതേ ഷേപ്പ് തന്നെയായിരിക്കും ഫുള്ളറിങ് ടൂളും ആയിരിക്കുന്നത്. മെറ്റീരിയൽസ് യൂസ്ഡ് ഇൻ റിവേർട്ട്. റിവേർട്ടിൽ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ വന്നിട്ട് ടഫും ആയിരിക്കണം, ഡക്ടൈലും ആയിരിക്കണം. ഓക്കെ, പിന്നെ വന്നിട്ട് അത് യൂഷ്വലി വന്നിട്ട് സ്റ്റീലിലായിരിക്കും. മീൻസ് ലോ കാർബൺ സ്റ്റീൽ അല്ലെങ്കിൽ നിക്കൽ സ്റ്റീൽ ആയിരിക്കും. ബ്രാസ്, അലുമിനിയം, കോപ്പർ ആയിരിക്കും മെയിൻലി യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇതിൽ വന്ന് സ്ട്രെങ്ത്തും പിന്നെ ഫ്ലൂ ടൈറ്റ് ആയിട്ട് ഇരിക്കണമെങ്കിൽ സാധാരണ നമ്മൾ സ്റ്റീൽ റിവേർട്ട്സ് തന്നെയായിരിക്കും യൂസ് ചെയ്യുന്നത്. ഓക്കെ, റിവേർട്ടഡ് ജോയിന്റ് രണ്ട് ടൈപ്പ് ഉണ്ട്. ബോയിലറിൽ യൂസ് ചെയ്യുന്ന റിവേർട്ടഡ് ജോയിന്റ് രണ്ട് ടൈപ്പ് ഉണ്ട്. ലാബ് ജോയിന്റും ബട്ട് ജോയിന്റും. ലാബ് ജോയിന്റ് വന്നിട്ട് ഇതാണ് ലാബ് ജോയിന്റ്. ഒന്ന് വന്ന് സിംഗിൾ റിവേർട്ടഡ് ലാബ് ജോയിന്റും അടുത്തത് വന്നിട്ട് ഡബിൾ റിവേർട്ടഡ് ലാബ് ജോയിന്റും. ഓക്കെ, ലാബ് ജോയിന്റ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്ലേറ്റ് വന്നിട്ട് വേറൊരു പ്ലേറ്റിന്റെ മേളിൽ ഓവർലാപ്പ് ചെയ്ത് വെക്കുന്നതിന് പറയുന്നതാണ് ലാബ് ജോയിന്റ്. ഓക്കെ, ആ ലാബ് ജോയിന്റ് റിവേർട്ട് ചെയ്യുമ്പോഴായിരിക്കും അത് ലാബ് റിവേർട്ടഡ് ജോയിന്റ് ആവുന്നത്. ഓക്കെ, പിന്നെ ലാബ് ജോയിന്റ് നേരത്തെ കണ്ടല്ലോ എന്തൊക്കെയുണ്ട്? സിംഗിൾ റിവേർട്ടഡ് ലാബ് ജോയിന്റും ഡബിൾ റിവേർട്ടഡ് ലാബ് ജോയിന്റ്. ഡബിൾ റിവേർട്ടഡ് ലാബ് ജോയിന്റിൽ വന്നിട്ട് ചെയിൻ റിവേർട്ടിംഗും ഉണ്ട്, സിഗ്സാഗ് റിവേർട്ടിംഗും ഉണ്ട്. ബട്ട് ജോയിന്റിൽ വന്നിട്ട് രണ്ട് മെയിൻ പ്ലേറ്റ്സ് കാണും. ഈ രണ്ട് മെയിൻ പ്ലേറ്റ്സ് തമ്മിൽ കണക്ട് ചെയ്യുന്നത് രണ്ട് കവർ പ്ലേറ്റ് വെച്ചിട്ട്, ഒരു കവർ പ്ലേറ്റ് വെച്ചിട്ടും വേണമെങ്കിൽ റിവേർട്ട് ചെയ്യാം, പിന്നെ രണ്ട് കവർ പ്ലേറ്റ് വെച്ചിട്ടും റിവേർട്ട് ചെയ്യാം. ഇതിൽ പിക്ചറിൽ കാണിച്ചിരിക്കുന്നത് രണ്ട് സൈഡിലും കവർ പ്ലേറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതാണ് വന്നിട്ട് ബട്ട് ജോയിന്റ്. ഓക്കെ, പിന്നെ വന്നിട്ട് സിംഗിൾ സ്ട്രാപ്പ് ബട്ട് ജോയിന്റും ഉണ്ട്, ഡബിൾ സ്ട്രാപ്പ് ബട്ട് ജോയിന്റും ഉണ്ട്. ഈ കവർ പ്ലേറ്റ് വെച്ചിട്ട് പിന്നീടായിരിക്കും ഇത് റിവേർട്ട് ചെയ്യുന്നത്. അപ്പം ഈ സിംഗിൾ സ്ട്രാപ്പ് ബട്ട് ജോയിന്റിന് വേണമെങ്കിൽ വേറൊരു പേര് പറയാം, സിംഗിൾ റിവേർട്ടഡ് ബട്ട് ജോയിന്റും ഡബിൾ റിവേർട്ടഡ് ബട്ട് ജോയിന്റ് എന്നും പറയാം. എനിക്ക് തോന്നുന്നു എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇൻട്രസ്റ്റിംഗ് ആണെന്ന്. എൻ്റെ വീഡിയോ ഇൻട്രസ്റ്റിംഗ് ആണെങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ വന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്യുമ്പം
തൊട്ടടുത്ത ബെല്ലൈക്കണിൽ ഓൾ കൂടെ പ്രസ് ചെയ്താൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ലൈക്ക് ചെയ്താലും കുഴപ്പമില്ല. Riveted joint for structural use joints of uniform strength. അതിന് വേറൊരു പേരാണ് ലോസെഞ്ച് ജോയിന്റ്. ഇപ്പൊ കാണാൻ എന്തൊക്കെയാണ്. റിവറ്റഡ് ജോയിന്റ് വേറൊരു പേരാണ് ലോസെഞ്ച് ജോയിന്റ്. അത് വന്നിട്ട് നമ്മുടെ റൂഫിലും ബ്രിഡ്ജ് വർക്സിലും ഗർഡേഴ്സിലും ഒക്കെ യൂസ് ചെയ്യും. ഓക്കെ, ഡയമണ്ട് റിവേർട്ടിംഗിലും വന്നിട്ട് നമ്മൾ സാധാരണ ഡയമണ്ട് ബോൾട്ടിംഗ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ബട്ട് ജോയിന്റ് തന്നെയായിരിക്കും, പക്ഷെ അതിന്റെ ഔട്ടർ എൻഡിൽ വന്നിട്ട് ഒറ്റ ബോൾട്ടേ കാണത്തുള്ളൂ. പക്ഷെ ഇന്നർ മോസ്റ്റ് എൻഡിൽ ബോൾട്ട് തമ്മിൽ കൂടി വരും. അതിനാണ് പറയുന്നത് ഡയമണ്ട് റിവേർട്ടിംഗ് അല്ലെങ്കിൽ ഡയമണ്ട് ബോൾട്ടിംഗ് എന്ന് പറയും. ഓക്കെ, ജോയിന്റ് ജനറലി എങ്ങനെയാ ഈ ജോയിന്റ് എങ്ങനെ കണക്ട് ചെയ്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ടൈ ബാർസ് വെച്ചിട്ടായിരിക്കും കണക്ട് ചെയ്യുന്നത്. ഓക്കെ, അത് വന്ന് ബ്രിഡ്ജിൽ കണക്ട് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ബി വന്നിട്ട് വിഡ്ത്ത് ഓഫ് പ്ലേറ്റ്, ടി വന്നിട്ട് തിക്നെസ് ഓഫ് പ്ലേറ്റ്, ഡി വന്നിട്ട് ഡയമീറ്റർ ഓഫ് റിവറ്റ് ഹോൾ. ഇമ്പോർട്ടൻറ്റ് ടേംസ് യൂസ്ഡ് ഇൻ റിവേർട്ടഡ് ജോയിന്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേംസ് എന്തൊക്കെയാണെന്ന് ഇപ്പൊ കാണാം. എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ പിച്ച്, ബാക്ക് പിച്ച്, ഡയഗണൽ പിച്ച്, മാർജിൻ ഓർ മാർജിനൽ പിച്ച്. പിച്ച് എന്താന്ന് ആദ്യം കാണാം. പിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കാണിച്ചിരിക്കുന്ന ഈ പിക്ചർ 1 വന്നിട്ട് ഒരു ബോൾട്ടഡ് ജോയിന്റ് ആണ് കാണിച്ചിരിക്കുന്നത്. അത് വന്നിട്ട് നമ്മൾ ഹോറിസോണ്ടൽ പോർഷൻ നോക്കുമ്പോൾ അതിൽ ഒരു റിവേർട്ട് എടുക്കുക. ആ റിവേർട്ടിൽ നിന്ന് അടുത്ത റിവേർട്ട് വരയ്ക്കും ഉള്ള പാരലൽ ഡിസ്റ്റൻസിൽ പാരലൽ ആയിട്ടിരിക്കുന്ന അടുത്ത റിവേർട്ടിലോട്ട് എടുക്കുക. അപ്പൊ എന്തായാലും ആ ഒരു ഡിസ്റ്റൻസിന് പറയുന്നത് മീൻസ് ആ ഒരു റിവേർട്ടിന്റെ സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസിന് പറയുന്നതാണ് പിച്ച്. അടുത്തത് വന്നിട്ട് ബാക്ക് പിച്ച്. ബാക്ക് പിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിക്ചറിൽ കാണിച്ചു തരാം എങ്ങനെയാണ്. ഓക്കെ, നമ്മൾ നേരത്തെ കണ്ട പിക്ചറിൽ വന്നിട്ട് പാരലൽ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എന്നാണ് പറയുന്നത്. പിച്ച് എന്ന് പറഞ്ഞാൽ പാരലൽ ആയിട്ടുള്ള ബോൾട്ടിന്റെ ഡിസ്റ്റൻസ്. ഇത് വന്ന് സക്സസീവ് റോസ് തമ്മിൽ ഉള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് അതാണ് പറഞ്ഞത് ബാക്ക് പിച്ച്. ഓക്കെ, അത് വന്നിട്ട് ഡിനോട്ട് ചെയ്യുന്നത് TB ആയിട്ടായിരിക്കും. നമ്മൾ നേരത്തെ നോക്കിയതൊന്ന് പാരലൽ, ഇതൊന്ന് പെർപെൻഡിക്കുലർ. ഈ പാരലലിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും ബാക്ക് പിച്ച് ആയിട്ട് കാണുന്നത്. പിച്ചിന്റെ ഓപ്പോസിറ്റ് ആണ് ബാക്ക് പിച്ച്. ഡയഗണൽ പിച്ച് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സാധാരണ പിച്ച് ഒക്കെ വന്നിട്ട് ഡയഗണൽ പിച്ചിൽ വരത്തില്ല. ഈ ഡയഗണൽ പിച്ച് വന്നിട്ട് അടുത്തടുത്ത റോയിൽ 6 ബോൺ റിവേർട്ടിങ് വരുമ്പം അതിൽ അടുത്ത റിവേർട്ട് തമ്മിലുള്ള സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസ് പറയുന്നതാണ് ഡയഗണൽ പിച്ച്. ഓക്കെ, അത് ഡിനോട്ട് ചെയ്യുന്നത് PD ആയിട്ടാണ്. മാർജിൻ അല്ലെങ്കിൽ മാർജിനൽ പിച്ച് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ റിവേർട്ട് ഹോൾഡർ സെന്റർ പിന്നെ നിയറസ്റ്റ് എഡ്ജ് ഓഫ് ദ പ്ലേറ്റ് തമ്മിലുള്ള ഡിസ്റ്റൻസിന് പറയുന്നതാണ് മാർജിൻ അല്ലെങ്കിൽ മാർജിനൽ പിച്ച്. അത് ഡിനോട്ട് ചെയ്യുന്നത് M വെച്ചിട്ടാണ്. ഇങ്ങനെയാണ് മാർജിൻ അല്ലെങ്കിൽ മാർജിനൽ പിച്ച് വരുന്നത്. വെൽഡഡ് ജോയിന്റ്സ് ആൻഡ് സിമ്പിൾസ്. ഓക്കെ, ഈ വെൽഡിങ് നമുക്ക് പെർമനന്റ് ജോയിന്റ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ വെൽഡിങ് യൂസ് ചെയ്യും. വെൽഡിങ്ങിനെ പറ്റിയുള്ള വീഡിയോസ് വന്നിട്ട് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം അത് നിങ്ങൾ കാണുക. കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ടായിരിക്കും വെൽഡിങ്ങിനെ പറ്റി ഞാൻ പറയുന്നത്. ഇത് വന്നിട്ട് ജസ്റ്റ് ഒരു ഡെഫിനിഷൻ മാത്രമാണ് ഞാൻ ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ കാസ്റ്റ് ആൻഡ് സ്റ്റീൽ, പിന്നെ അതിൻ്റെ അലോയിസിൽ, പിന്നെ ബ്രാസ്, കോപ്പർ, പിന്നെ മെറ്റൽസിലൊക്കെ വന്നിട്ട് ഈ വെൽഡിങ് വന്നിട്ട് ഈസി ആയിട്ട് വെൽഡ് ചെയ്യാൻ പറ്റും. വെൽഡിങ് വന്നിട്ട് ഹൈ ടെമ്പറേച്ചർ വിത്ത്സ്റ്റാൻഡ് ചെയ്യാനും ഹൈ പ്രഷർ വിത്ത്സ്റ്റാൻഡ് ചെയ്യാനും പിന്നെ ലീക്ക് പ്രൂഫ് ജോയിൻസ് ഉണ്ടാക്കാനും വേണ്ടിയിട്ട് നമ്മൾ വെൽഡിങ് യൂസ് ചെയ്യും. ഓക്കെ, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് റീപ്ലേസ് ചെയ്യാനും പറ്റും. കാസ്റ്റിങ്ങും ഫോർജിങ്ങും വെച്ചിട്ട് പെട്ടെന്ന് റീപ്ലേസ് ചെയ്യാനും പറ്റും. പിന്നെ റിവെട്ടിങ് വെൽഡിങ് കമ്പയർ ചെയ്യുമ്പോൾ വെൽഡിങ് വന്നിട്ട് സ്ട്രോങ്ങർ ആയിരിക്കും, സിംപ്ലർ ആയിരിക്കും, പിന്നെ കുറച്ചുകൂടെ എഫിഷ്യൻറ്റും ആയിരിക്കും. ഓക്കെ, ഇത് വന്നിട്ട് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഡിസൈൻ ചെയ്യാം. എങ്ങനെയൊക്കെ ഡിസൈൻ ചെയ്യാം? പ്ലഗ് വെൽഡ്, സ്ലോട്ട് വെൽഡ്, അത് വെച്ചിട്ടൊക്കെ നമുക്ക് ഏത് ഡിസൈൻ വേണമെങ്കിലും ചെയ്യാം. ഓക്കെ, ഈ വെൽഡിങ് സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്നത്
ഷിപ്പ് ബിൽഡിങ്ങും സ്ട്രക്ചറൽ ഫാബ്രിക്കേഷൻസിലും പിന്നെ വന്നിട്ട് റിവേർട്ടിങ് യൂസ് ചെയ്യാൻ പറ്റാത്ത സ്ഥലത്തൊക്കെ വന്നിട്ടാണ് നമ്മൾ ഈ വെൽഡഡ് ജോയിൻറ്റ്സ് യൂസ് ചെയ്യുന്നത്. ബേസിക് ടേംസ് ഓഫ് വെൽഡിംഗ് ഈസ് ഷോൺ ഇൻ ദ പിക്ചർ. ഓക്കെ, വെൽഡിങ്ങിൽ യൂസ് ചെയ്യുന്ന ബേസിക് ടേംസ് ഒക്കെ പിക്ചറിൽ കാണിച്ചിട്ടുണ്ട്. ബേസ് മെറ്റലിലാണ് നമ്മൾ വെൽഡിങ് ചെയ്യുന്നത്. ഫ്യൂസ് സോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വെൽഡിങ് ചെയ്യുമല്ലോ, ആ മെറ്റലും പിന്നെ ബേസ് മെറ്റലും കൂടെ ചേർന്നിട്ടാണ് അത് ഫ്യൂഷൻ സോൺ എന്ന് പറയുന്നത്. ബിവൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ വി വെൽഡിങ് ആണെന്ന് വെച്ചോ, ആ വി വെൽഡിങ്ങിൽ അതിൽ കൊടുത്തിരിക്കുന്ന ആംഗിൾ എന്ന് പറയുന്നതാണ് ബിവൽ ആംഗിൾ. ഓക്കെ, ഗ്രൂവ് ഓർ ഇൻക്ലൂഡഡ് ആംഗിൾ എന്ന് പറഞ്ഞാൽ 2 ബിവൽ ആംഗിൾ കൂടെ ചേരുമ്പോഴാണ് ഗ്രൂവ് ഓർ ഇൻക്ലൂഡഡ് ആംഗിൾ വരുന്നത്. വെൽഡിങ് ചെയ്യുന്ന ആ ഫേസിന് പറയുന്നതാണ് വെൽഡ് ഫേസ്. ഇതുപോലെ തന്നെയാണ് അടുത്ത പിക്ചർ ബിയിൽ കാണിച്ചിരിക്കുന്നത്. പിന്നെ വേരിയസ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് വെൽഡഡ് ജോയിന്റ് ആർ ക്യാരക്ടറിസ്റ്റിക്സ് ബൈ സിംബൽസ് വിച്ച് ആർ general are similar to the shape of welds to be made. ഫസ്റ്റ് വന്നിട്ട് കോർണർ ജോയിന്റ്, പിന്നെ വന്നിട്ട് ലാപ്പ് ജോയിന്റ്, പിന്നെ വന്നിട്ട് ടീ ജോയിന്റ്, പിന്നെ വന്ന് എഡ്ജ് ജോയിന്റ്, പിന്നെ ബട്ട് ജോയിന്റ്. ഓക്കെ, എലമെന്ററി വെൽഡിംഗ് സിംബൽസ്. ഫസ്റ്റ് വന്നിട്ട് ബട്ട് വെൽഡ് ബിറ്റ്വീൻ പ്ലേറ്റ്സ് വിത്ത് റേസ്ഡ് എഡ്ജ് ബീയിങ് മെൽറ്റഡ് ഡൗൺ കംപ്ലീറ്റ്ലി. ഓക്കെ, അതിന്റെ ഒരു പിക്ചറാണ് കാണിച്ചിരിക്കുന്നത്. അതിന്റെ സിംബൽ വന്ന് അടുത്ത റോയിൽ കാണും. സ്ക്വയർ ബട്ട് വെൽഡിന്റെ പിക്ചറാണ് കാണിച്ചിരിക്കുന്നത്. അതിന്റെ സിംബലാണ് 2 ലൈന്. സിംഗിൾ വി ബട്ട് വെൽഡിന്റെ പിക്ചറാണ് കാണിച്ചിരിക്കുന്നത്. അതിന്റെ സിംബലാണ് വി. സിംഗിൾ ബിവൽ ബട്ട് വെൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഒരു പിക്ചറാണ് കാണിച്ചിരിക്കുന്നത്. ഇല്ലുസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ പിക്ചറാണ്. സിംബൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എങ്ങനെ നമ്മൾ വരയ്ക്കും, അതാണ് വന്നിട്ട് സിംബൽ. അതെങ്ങനെ നമ്മൾ ഡിനോട്ട് ചെയ്യും, അതാണ് സിംബൽ. സിംഗിൾ ബിവൽ ബട്ട് വെൽഡ് വന്നിട്ട് വിത്ത് ബ്രോഡ് റൂട്ട് ഫേസിന്റെ പിക്ചറാണ് കാണിച്ചിരിക്കുന്നത്. അതിന്റെ സിംബലാണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, സിംഗിൾ യു ബട്ട് വെൽഡിന്റെ പാരലൽ ഓർ സ്ലോപ്പിംഗ് സൈഡ്സിന്റെ പിക്ചറാണ് കാണിച്ചിരിക്കുന്നത്. അതിന്റെ സിംബൽ വന്നിട്ടാണ് അടുത്ത റോയിൽ കാണിച്ചിരിക്കുന്നത്. സിംഗിൾ യു ബട്ട് വെൽഡിന്റെ പിക്ചറാണ് കാണിച്ചിരിക്കുന്നത്. അതിന്റെ സിംബലാണ് അടുത്ത റോയിൽ കാണിച്ചിരിക്കുന്നത്. ബാക്കിംഗ് റൺ ഓർ ബാക്കിംഗ് വെൽഡിന്റെ പിക്ചറാണ് കാണിച്ചിരിക്കുന്നത്. അതിന്റെ സിംബലാണ് അടുത്ത റോയിൽ കാണിച്ചിരിക്കുന്നത്. ഫില്ലറ്റ് വെൽഡ് വന്നിട്ട് അതിന്റെ പിക്ചറാണ് കാണിച്ചിരിക്കുന്നത്. അതിന്റെ സിംബലാണ് ട്രയാങ്കിൾ. ഓക്കെ, പ്ലഗ് വെൽഡ് ഓർ സ്ലോട്ട് വെൽഡ്. ഓക്കെ, അതിന്റെ പിക്ചറാണ് കാണിച്ചിരിക്കുന്നത്. അതിന്റെ സിംബലാണ് അടുത്ത റോയിൽ കാണിച്ചിരിക്കുന്നത്. സ്പോട്ട് വെൽഡിന്റെ പിക്ചറാണ് കാണിച്ചിരിക്കുന്നത്. അത് റൗണ്ട് സിംബലാണ് വന്നിട്ട് സിംബലായിട്ട് കാണിച്ചിരിക്കുന്നത്. സീം വെൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വന്നിട്ട് അതിന്റെ ഒരു പിക്ചറാണ് കാണിച്ചിരിക്കുന്നത്. അതിന്റെ സിംബലാണ് അടുത്ത റോയിൽ കാണിച്ചിരിക്കുന്നത്. Thank you and all the best for your exams.